രോഹിത്തേട്ടാ, ഗണഗീതം RSSന്റെ ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ക്ഷേത്രോത്സവത്തിൽ ഗണഗീതം പാടിയതിന്റെ പേരിൽ ഒരു വലിയ കൂട്ടത്തല്ലുണ്ടായിരിക്കുകയാണ്. CPM പ്രതിഷേധിച്ചതിന്റെ പേരിൽ CPM തല്ലി എന്ന വാർത്തയൊക്കെയാണ് വരുന്നത്. അടിച്ച് ഓടിച്ചു കളഞ്ഞു. അപ്പോ ഗണഗീതത്തിന് എന്താണ് ഇത്ര വലിയ പ്രശ്നം? ഗണഗീതത്തിന് എന്താണ് പ്രശ്നം? മനോഹരമായ വരികളാൽ മനോഹരമായി സംഗീതം ചെയ്ത് മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് RSSന്റെ ഗണഗീതം എന്ന് പറയുന്നത്. പക്ഷെ അത് കാവ്യവൽക്കരണമാണ്, RSSന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഇതിനെ എതിർക്കുന്നത്. ക്ഷേത്രോത്സവങ്ങളുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ സീസണിലാണ് ഞങ്ങളുടെ കൊല്ലത്തെ കടക്കലിൽ കുംഭത്തിരുവാതിരയുടെ ഭാഗമായി കുംഭമാസം വരാൻ പോകുന്നു. ഈ മാസം 14-ാം തീയതി, ഫെബ്രുവരി മാസം 14-ാം തീയതി ആകുമ്പോൾ കുംഭമാസം 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ കടക്കൽ ക്ഷേത്രം ഐതിഹ്യ പെരുമ കൊണ്ട് കേളി കേട്ട കടക്കലമ്മയുടെ തിരുമണ്ണ്. അത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് കടക്കൽ. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസങ്ങൾക്കെതിരൊന്നുമല്ല, എന്നാൽ വിശ്വാസങ്ങൾക്കെതിരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്നവരും ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി പിടിക്കും. CPMന്റെ ഒരു കാലത്തെ അപ്രഖ്യാപിത നയങ്ങളിൽ ഒന്നായിരുന്നു ക്ഷേത്ര ഭരണസമിതികൾ പിടിക്കുക എന്നത്. കാരണം RSSും BJPയും സംഘപരിവാര ശക്തികളും ഈ നാട്ടിൽ വേരോട്ടം കുറിക്കുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണ്, ക്ഷേത്രോത്സവങ്ങളിലൂടെയാണ്. കാരണം ക്ഷേത്രോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളും ഈ വേറൊരു കാര്യം ഞാൻ പറയും, ഈ RSSന്റെ സംഘപരിവാര ശക്തികളുടെ പ്രവർത്തകർ ക്ഷേത്രോത്സവങ്ങളിലേക്ക് അവിടെ നടക്കുന്ന സപ്താഹങ്ങൾ പോലെയുള്ള നവാഹങ്ങൾ പോലെയുള്ള യജ്ഞങ്ങൾക്കൊക്കെ നടത്തുന്ന വലിയ ശാരീരിക അധ്വാനങ്ങളുണ്ട്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതൊരു ഘോഷയാത്രയാകട്ടെ, അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എഴുന്നള്ളപ്പുകളാകട്ടെ, അവിടുത്തെ അന്നദാനങ്ങളാകട്ടെ, പന്തലടിയിലാകട്ടെ, അങ്ങനെ എല്ലാത്തിനും അവർ അവിടെ വളരെ വലിയ രീതിയിൽ ശാരീരിക അധ്വാനം ചെയ്യുകയും അവിടുത്തെ ക്ഷേത്രത്തിന്റെ പിരിവുമായി ബന്ധപ്പെട്ടും ഉത്സവ നോട്ടീസിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വീടാന്തരം കയറിയ ഒരു സമ്പർക്കങ്ങൾ പുലർത്തുകയും ചെയ്യും. അതിനോടുകൂടി ജനങ്ങൾക്ക്, അവിടുത്തെ സ്ത്രീജനങ്ങൾക്കായാലും പുരുഷന്മാർക്കായാലും ക്ഷേത്ര വിശ്വാസികൾക്ക് അവിടുത്തെ ചെറുപ്പക്കാരോട് നോക്കൂ, അവർ സംഘടിതമായി നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നത് കാണുമ്പോൾ ആ സംഘടനയോട്, ആ പ്രസ്ഥാനത്തോട് ഒരു വലിയ ആവേശം ഉണ്ടാവുകയും അവിടേക്ക് ഒരുപാട് പേർ ഒഴുകിയെത്തുകയും ചെയ്യും. അതിനും അപ്പുറത്തേക്ക് മതപാഠശാലകൾ, അതായത് ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് അവരവരുമായി ബന്ധപ്പെട്ട് ഇടവകളുമായി ബന്ധപ്പെട്ട് ബൈബിൾ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അത് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ മതപഠനത്തിനുള്ള കേന്ദ്രങ്ങളിൽ ആ ജമാഅത്തുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈന്ദവ മതവിശ്വാസികൾക്ക് അത്തരത്തിൽ അവരുടെ മതം പഠിക്കാൻ, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ പ്രത്യേകിച്ചൊരു സംവിധാനമില്ല. മതപാഠശാലകൾ എന്നൊരു സംവിധാനം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ബാലഗോകുലങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങളിലൂടെ ഈ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ നടത്തുന്ന മതപാഠശാലകളുണ്ട്. ബാലഗോകുലം എന്നാണ് പേര്. അത് ഓരോ ജില്ലകളായി തിരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ എൻ്റെ വീടൊക്കെ നിൽക്കുന്നത് പുനലൂർ ജില്ലയുടെ കീഴിലാണ്. ബാലഗോകുലത്തിന് പുനലൂർ ജില്ലയുടെ കീഴിലൊക്കെയാണ് വരിക. എൻ്റെ കുടുംബം ഒരു ഇടതുപക്ഷ കുടുംബമാണ്. അമ്മ കറതീർന്ന CPM കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അച്ഛൻ CPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ആളാണ്. എൻ്റെ അമ്മ നാട്ടിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. പക്ഷെ ആ സമയത്തും ഞാനും എൻ്റെ സഹോദരിയും ഒക്കെ എല്ലാ ഞായറാഴ്ചകളിലും കാലത്ത് 8 മണിയോടുകൂടി ബാലഗോകുലത്തിൽ പോകുമായിരുന്നു. കാരണം അതൊരു വേറൊരു ചര്യയുടെ ഭാഗമാണ്. കാര്യം ഞായറാഴ്ചകളിലാണല്ലോ നമുക്ക് അവധി കിട്ടുക. സ്കൂളിൽ ബാല്യകാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്നായിട്ട് പോലും ഞങ്ങൾ ബാലഗോകുലത്തിൽ പോകുന്നതിന് ഞങ്ങളുടെ വീട്ടുകാർ തടഞ്ഞിട്ടില്ല. കാരണം അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. അന്നത്തെ കാലമാണ് ഞാൻ പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്നോ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നോ അങ്ങനെ അയക്കുന്നവരുടെ എണ്ണം തുലോം തുച്ഛമാണ്. അന്ന് അതിനെ പാർട്ടിയായി, രാഷ്ട്രീയമായി തിരിച്ചു കണ്ടിട്ടില്ല. BJP ഇത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടില്ല. അവരുടെ അജണ്ടകൾ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാലഗോകുലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? അവിടെ നമുക്ക് ഭഗവത്ഗീത പഠിക്കാൻ പറ്റും, രാമായണത്തിന്റെ ശകലങ്ങൾ കേൾക്കാൻ പറ്റും, ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു മാഷ് നമുക്ക് പഠിപ്പിച്ചു തരും. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് എന്തിനാണ്? ഇതൊക്കെ കേൾക്കാം, നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല പാട്ടുകൾ പാടാം. അതിനും അപ്പുറത്തേക്ക് ഇതിന് ശേഷം ഒരു മണിക്കൂർ നേരം കളി ഉണ്ടാവും. അവിടെ കിളിത്തട്ട് കളിയും അല്ലെങ്കിൽ ഓടിത്തൊടലും സാറ്റുകളിയും ഒക്കെയായി, പിന്നെ ഈ കോലുകൊണ്ട് ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് സ്ത്രീകൾ, കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അങ്ങനെ 1 മണിക്കൂർ നേരം ഒരു ഞായറാഴ്ചയിൽ കുറേ കൂട്ടുകാരുമായി, നമ്മുടെ സ്കൂളിലുള്ള കൂട്ടുകാരല്ലാതെ പല സ്കൂളുകളിൽ പഠിക്കുന്ന പല കുട്ടികൾ, പല പ്രായത്തിൽ ചേട്ടന്മാരൊക്കെ വരും. അവരുടെ കൂടെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പായസവും കിട്ടും, മധുരപലഹാരവും ലഭിച്ച് ക്ഷേത്രത്തിലും തൊഴുതിട്ടാണ് രാവിലെ ഒരു 8-9 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് എത്തുമ്പോൾ അന്ന് ദൂരദർശന്റെ കാലഘട്ടമാണ്. ഏഷ്യാനെറ്റ് പോലും ഇല്ല. അന്ന് വിചാരിച്ചാൽ ഞാൻ കിളവനാണെന്ന് പറഞ്ഞു കളയരുത്. അത് ഈ 89-90കളിൽ ജനിച്ചവർക്ക് മാത്രം കിട്ടുന്ന കുറേ നൊസ്റ്റാൾജിക് അനുഭവങ്ങളുണ്ട്. നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? അന്ന് കളർ TV ഉള്ള ഒരു ചുരുക്കം വീടുകളിലൊന്നാണ് എൻ്റെ വീട്. അത് അന്ന് ആ മേഖലയിലുള്ള ഒരുപാട് പേർ വീട്ടിൽ TV കാണാൻ വരും. 9 മണിക്കാണ് ശ്രീകൃഷ്ണ പോലെയുള്ള സീരിയലുകൾ. വീണ്ടും ഭക്തിമയമാണ്. അപ്പോൾ ആ ഒരു ഞായറാഴ്ച, ആ ഒരു ആഴ്ചയുടെ തുടക്കം വളരെ മനോഹരമായി ഭക്തി നിർഭരമായി തുടങ്ങാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ബാലഗോകുലങ്ങളിലൊക്കെയിരുന്നു. ഈ ബാലഗോകുലങ്ങളിലൂടെ ഉണ്ടായ അജണ്ട എന്താണ്? ഇപ്പോൾ ഒരു 100 കുട്ടികൾ അല്ലെങ്കിൽ 50 കുട്ടികൾ ബാലഗോകുലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ
50 കുട്ടികളിൽ 50% പേരിലും സനാതന ധർമ്മം എന്ന ബോധം ഉണ്ടാവുകയും ആ സനാതന ധർമ്മത്തിലൂടെ ഇവർ പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായ ABVP-യിലേക്ക് ആകർഷിക്കപ്പെടുകയും പിന്നീട് അത് RSS ആവുകയും പിന്നീട് BJP ആയി പരിഗണിക്കുകയും ചെയ്യും. ഇത് നഗ്നമായ സത്യമാണ്. അതിൽ നിന്ന് ഈ സംഘപരിവാർ ശക്തികളുടെ അല്ലെങ്കിൽ ABVP-യുടെയോ അല്ലെങ്കിൽ RSS-ന്റെയോ ഒന്നും അജണ്ടകളിൽ പെടാതെ പുറത്തു പോകുന്ന ഒരു 50% കുട്ടികളും ഉണ്ടാകും. എന്നാൽ ഇന്ന് അതിന്റെ തോത് കുറെ കൂടുതലാണ്. ഈ ബാലഗോകുലത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരങ്ങളിൽ വരുന്ന ശാഖകളിലേക്കാണ് കുട്ടികൾ പോവുക. എന്തിനാണ് ശാഖയിലേക്ക് പോവുക? ശാഖയിൽ ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. രാവിലെ അവർക്ക് അവിടെ വ്യായാമം ചെയ്യാനുള്ള ദണ്ഡപരിശീലനം പോലെയുള്ള വ്യായാമം ചെയ്യാനുള്ള മുറകളുണ്ടാകും. അവിടെ ഭഗവത് ധ്വജത്തെ പ്രണാമം ചെയ്യുന്ന ചടങ്ങുകൾ ഉണ്ടാകും. അവിടെ ഈ പറയപ്പെടുന്ന ഗണഗീതം ഉറക്കപ്പാടുന്ന ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം അവിടെ കബഡി പോലെയുള്ള ശരീരത്തിന് വഴക്കം കിട്ടുന്ന കിളിത്തട്ട്, കബഡി പോലെയൊക്കെയുള്ള കളികൾ ഉണ്ടാകും. അത് വേറെ ലീഗായി അങ്ങ് മാറുകയാണ്. അത് വേറെ ബെൽറ്റായിട്ട് അങ്ങ് മാറുകയാണ്. പിന്നീട് ഇവരുടെ സഹകരണം എല്ലാം ആ ഒരു കൂട്ടും. മറ്റുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിലും ഇവരുടെ കമ്മ്യൂണിക്കേഷനുകളും ആശയവിനിമയവും മുഴുവൻ ഈ പറയപ്പെടുന്ന ശാഖകളിലൂടെ ശാഖയുമായി ബന്ധപ്പെട്ടായിരിക്കും. ശാഖയായിരിക്കും നിയന്ത്രിക്കുക. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്നു എന്ന് പറയുമ്പോഴും മോഹൻ ഭഗവത് ആണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറയുന്നതിന്റെ കാര്യം BJP-ക്ക് പിന്നിലെ ശക്തമായ ശക്തി RSS ആണ്. അതുപോലെയാണ് ലോക്കൽ ഘടകങ്ങളിൽ BJP-യെയും ABVP-യെയും ഈ പറയപ്പെടുന്ന ഭാരത് മസ്തൂർ സംഘിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ RSS-ന്റെ പ്രാദേശിക ഘടകങ്ങളായിരിക്കും. അവരാണ് അവരുടെ ശക്തി സ്രോതസ്, അവരാണ് അവരുടെ ഫണ്ട് സോഴ്സ്. അപ്പോൾ സ്വാഭാവികമായും ചെറുപ്പകാലം മുതലേ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അത്തരത്തിൽ ആകർഷിച്ച് ആ സംഘടനയുടെ ആർഷഭാരത ധർമ്മം പറഞ്ഞ് അവിടേക്ക് പതുക്കെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഐഡിയോളജി കുത്തിവെച്ച് അവരൊരു കറതീർന്ന സംഖ്യയായി മാറുന്ന സാഹചര്യം എല്ലായിടങ്ങളിലും കിടപ്പുണ്ട്. അപ്പോൾ ചുരുക്കം മുതലേ ഈ പറയപ്പെടുന്ന കാലത്ത് മുതൽ ഈ പറയപ്പെടുന്ന ഗണഗീതം പാടുകയാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ക്ഷേത്രോത്സവങ്ങളിൽ അവർ കാവിക്കൊടി ഉയർത്തും. ക്ഷേത്രോത്സവങ്ങൾക്ക് അവർ കാവിക്കൊടി ഉയർത്തും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു 7-8 പഠിക്കുന്ന സമയത്ത്, അല്ല 9-10 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ സംഘപരിവാർ RSS ടീമോട് വന്നിട്ട് കാവിക്കൊടി കിട്ടും. ഇത് കാണുമ്പോഴത്തേക്ക് DYFI-കാർക്ക് ചൊറിയും. DYFI-കാർ എന്ത് ചെയ്യും? ഇവരവിടെ കൊണ്ടുവന്ന് വെള്ളക്കൊടി കിട്ടും. സീരിയസ്ലി ഒരിക്കൽ ഞാൻ നോക്കുകയാണ്, അന്ന് ഉപദേശക സമിതിയിൽ മറ്റൊരു കക്ഷിയുണ്ട്. പുള്ളി പോയിട്ട് ഈ SNDP-യുടെ കൊടി ഉണ്ടല്ലോ, മഞ്ഞക്കൊടിയും കൊണ്ടുവന്ന് കിട്ടി. ഭയങ്കര സംഘർഷമായി. അവസാനം പോലീസുകാർ പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാ വർഷവും പ്രതീക്ഷിച്ചിരിക്കുക ഇവർ കൊടി കെട്ടാൻ വരുന്നത് എപ്പോഴാണ്. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കൊടിമരമില്ല. പക്ഷേ അവിടെ ഒരു അടയ്ക്കാമരം നാട്ടി അതിൽ ഒരു കൊടി ഉയർത്തുന്ന ചടങ്ങുണ്ട്. ഇപ്പം അതില്ല. കാര്യം ഏത് കൊടി ഉയർത്തും? ഇവിടുത്തെ പ്രശ്നം ഈ ശക്തമായി സംഘപരിവാർ ശക്തികൾ കാവിക്കൊടി അവരുടേതാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താണ് കാവിക്കൊടി? എന്താണ് ഈ ധ്വജം? ഭഗവത് ധ്വജമാണത്. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിച്ച തേരിൽ, പാർത്ഥന്റെ തേരിൽ ഉണ്ടായിരുന്നത് ഭഗവത് ധ്വജമാണെന്നേ. യുദ്ധങ്ങളിൽ രാജാവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉയർത്തിയിരുന്നത് കാവിക്കൊടിയാണ്. അത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ മേഘ ക്രിസ്തുമത വിശ്വാസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൊടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ കൊടിയുടെ കളർ എന്താണെന്നറിയോ? ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇവിടെ കാവ്യാണെന്ന് ഓർത്തിരിക്കാൻ കാരണം ഇത് ഇവർ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. NSS എന്ന് പറയുന്ന സംഘടന, NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക്, സമുദായ സംഘടനയ്ക്ക് ഒരു കൊടിയുണ്ട്. അതൊരു ഒരു കാവിയോ അല്ല മഞ്ഞയും അല്ലാത്ത അതിനിടയിൽ നിൽക്കുന്ന ഒരു കളറാണ്. അത് സാറ്റിൻ ക്ലോത്തിലോ പട്ടിലോ ആണ് അത് പ്രിന്റ് ചെയ്യുക. കാരണം അത്രയും പ്രൗഡായിട്ടാണ് ആ പതാകയെ അവർ കാണുന്നത്. SNDP-ക്ക് ഉള്ളത് മഞ്ഞ കളറാണ്. SNDP ആ മഞ്ഞ കളറോടുള്ള സ്നേഹം നമ്മൾ കാണുന്നതാണ്. ഈ വർക്കലയിലേക്ക് ഈ പറയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടന സമയത്ത് അവർ മഞ്ഞ സാരിയും മഞ്ഞക്കുടയും ഒക്കെ, മഞ്ഞ ചെരുപ്പ് പോലും ഉപയോഗിച്ചുകൊണ്ട് കാൽനടയായി പോകുന്ന നാരായണീയ ഭക്തരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രാൻഡിങ്ങിലൊന്നാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ ഗണഗീതവും. ഈ ഗണഗീതവും ഇപ്പൊ കടക്കൽ ക്ഷേത്രത്തിലെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങിയതിന്റെ അതിലേക്ക് വന്നില്ല. കടക്കൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ തവണ അവിടെ CPM അധികാരം പിടിക്കുന്നു. CPM ആണ് സ്ഥിരമായി അവിടെ ക്ഷേത്രം ഭരിക്കുന്നത്. ക്ഷേത്രഭരണം പിടിക്കുക എന്നത് CPM-ന്റെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ്. RSS-ന്റെയും പ്രഖ്യാപിത. ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട കുറെ കോൺഗ്രസ്സുകാരും അല്ലാത്തുള്ള കുറച്ച് ലോക്കൽ പാർട്ടിക്കാരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടക്കൽ എന്താണ് അവർ അലോഷ്യ കൊണ്ടുപോകും. അലോഷ്യ എന്ന് അവിടെ വന്ന് നല്ല മനോഹരമായി കീബോർഡൊക്കെ വെച്ചിട്ട് പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, അറിയാമോ, അലോഷി പാടി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, ഈ ഗുലാബ് സിന്ദാബാദ്, ഈ കടക്കിലിരിക്കുന്ന ഭഗവതിക്ക് എന്തോ നീ ഗുലാബ് സിന്ദാബാദ്. വർഗവർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരെയും ഒന്നായി കാണുന്ന ഭഗവത് സന്നിധിയിൽ വന്നിരുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, മതമില്ലെന്നും ദൈവമില്ലെന്നും വിശ്വസിക്കുന്ന, പറഞ്ഞു പരത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ വിപ്ലവ ഗാനങ്ങൾ എന്തിനുയർത്തി കാണിക്കണം? വിവാദമായി അലോഷിയുടെ പേരിൽ പോലും കേസെടുക്കേണ്ടി വന്നു. 1 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ അലോഷി പാടുന്നത് എന്താ?
രാധേശ്യാം രാമ രാമ രാമ. കാരണം അത് ഈ പറയപ്പെടുന്ന നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഒരു ഭജൻസ് കുട്ടികൾ ഒരു ഗ്രൂപ്പ്, നന്ദഗോവിന്ദം ഒന്നും അല്ല കേട്ടോ ഈ ഭജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മറ്റു പല ആളുകളുമാണ്. പക്ഷേ നന്ദഗോവിന്ദം ഒരു ട്രെൻഡായി മാറുന്നു. പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ പാട്ടുകാർക്കും ഗാനമേള ട്രൂപ്പ് പോലും ഇപ്പോൾ ചമ്പരം പടഞ്ഞിരുന്ന് ഭക്തിഗാനങ്ങൾ ഭജൻസായി പാടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അലോഷിയും പാടി രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ പാടാതെ നിവർത്തിയില്ല. ഇപ്പോ അലോഷി ഒന്ന് ഒതുങ്ങിയപ്പോഴേക്ക് സംഘപരിവാര ശക്തികൾ ചെയ്യുന്നത് എന്താ? അവർ തിരുവനന്തപുരം പിടിച്ചില്ലേ? അപ്പോ തിരുവനന്തപുരത്തിൽ ഹുങ്ക് കാണിക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തിയാൽ, BJP അധികാരത്തിലെത്തിയാൽ അവർ ഉറക്കപ്പാടും പരമപവിത്ര പദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ ക്ഷേത്രോത്സവങ്ങളിൽ പോയി പാടും. അത് ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന സഖാക്കന്മാരുടെ മുട്ടടിച്ചടിക്കും കാലൊടിച്ചടിക്കും. നല്ല പാട്ടാ, ക്ഷേത്രത്തിൽ പാടാൻ പറ്റിയ പാട്ടാ അല്ലെന്ന് പറയുന്നില്ല. മനോഹരമായ വരികളാ. വരികൾക്കുള്ളിലേക്കിലൂടെ അവർ പല രാഷ്ട്രീയം കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല പാട്ടാണ്, ഭക്തിഗാനമായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പാട്ടാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടനയുടെ ഐഡിയോളജി പരമായ അവരുടെ ബ്രാൻഡ് ആകുമ്പോൾ, അവരുടെ ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾ ആകുമ്പോൾ അത് പല മതവിശ്വാസികൾ, പല രാഷ്ട്രീയ പാർട്ടിയിലെ വിശ്വാസികൾ, പല ജാതിയിലുള്ളവർ, പല വർണ്ണത്തിലുള്ളവർ വിശ്വസിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളിലെ ഗാനമേളകളിൽ പാടുന്നത് എന്തിന് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ കയ്യും കാലും തല്ലി ഒടിക്കുന്നതിലൂടെ കലാപശ്രമത്തിന്റെ ആക്കം കൂട്ടലല്ലേ ഇവർ? ഒരു തിരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് രാഷ്ട്രീയ പോരുകൾ ഉണ്ടാക്കുന്നത്? ഇതിന് DYFIക്കാർ ഇത് ചോദിക്കാൻ പോവില്ലേ? ഇപ്പൊ ഞങ്ങളുടെ ക്ഷേത്രത്തിലുമുണ്ട്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവർ നെടുംകുതിരയെ എഴുന്നള്ളിക്കും. അവരുടെ പണം കൊണ്ട് അവരുണ്ടാക്കിയ നെടുംകുതിരയെ അവർ തന്നെ അവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കും. ആ സമയത്ത് അവരുടെ നിർബന്ധമാണ് അവർക്ക് അവരുടെ ഒരു പാട്ട് കൊണ്ടുവരും. ഒരു ആവേശം ജനിപ്പിക്കുന്ന ഒരു പാട്ടാണ്, ഗണഗീതമല്ല. സ്ഥിരമായി അവർ ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പോഴും ഞങ്ങളൊക്കെ ഉപദേശക സമിതിയിൽ ഇരിക്കുന്ന സമയത്തും ചില അത് വെക്കാൻ പറ്റില്ല. അവർക്ക് അതുകൊണ്ട് ആവേശം കിട്ടുന്നെങ്കിൽ കിട്ടിക്കൊണ്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ പറയും. അങ്ങനെയും ചിന്തിക്കാം. അവർക്ക് അതുകൊണ്ട് ആവേശം കിട്ടുന്നെങ്കിൽ അവർ ആഘോഷപൂർവ്വം അത് എടുക്കട്ടെന്നേ. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നിങ്ങളൊരു ഗണഗീതം പാടിയല്ല, അല്ലെങ്കിൽ ആരും ഒരു വിപ്ലവ ഗാനം പാടില്ല, ആർക്കാ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതൊന്നും ക്ഷേത്രത്തിൽ പാടില്ല. പക്ഷെ ഇതൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം. അവർ പാടിയിട്ട് പോട്ടെ, ആരോട് ചോദിക്കാനാണ്? അവർ പാടട്ടെന്നേ. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഇങ്ങനെ പാടണം: പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ. അവൻ പാടുമ്പോൾ ഇവിടെ നിന്ന് DYFIക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും പറ്റുമെങ്കിൽ മുസ്ലിം ലീഗുകാരനും കൂടി ഇരുന്നിട്ട് ചേറ്റു പാടണം. ആരാ ചോദിക്കാൻ? ഇത് പ്രശ്നമാണെന്ന് തോന്നിയിട്ടല്ലേ തോന്നുന്നത്? മനോഹരമായ വരികളാണ്, 2 വട്ടം പാടണം കേട്ടോ. ഇലയും ഇതളും പൂവും മുട്ടും അർപ്പിച്ചിടാൻ തലകൊമ്പിട്ടുതരും പൂങ്കുമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. പാടണം, ആവേശത്തോടെ ഏറ്റു പാടണം. എന്താ പ്രശ്നം? എപ്പോഴും തലോഷി വന്നിരുന്നത് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോ ആവേശത്തോട് ആർപ്പ് വിളിച്ചു ഈങ്കുലാബ് സിന്ദാബാദ് പാടിക്കോട്. ക്ഷേത്രോത്സവത്തിന്റെ വേദികളിൽ അവിടെ മതവും മതമൊന്നുമില്ല, ആർക്കും വരാം, എന്ത് പാട്ടും പാടാം. ആഘോഷത്തിന്റെയും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഉത്സവങ്ങളാണ് ക്ഷേത്രോത്സവങ്ങൾ. ക്ഷേത്രോത്സവങ്ങളുടെയും പള്ളിപ്പെരുന്നാളുകളുടെയും കാലഘട്ടമാണ്. എന്ത് രസം! എന്തിനാണ് ഈ തല്ലുണ്ടാക്കാൻ പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ ചെയ്താലും നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നമ്മളൊക്കെ പരമാത്മാവ് എന്ന് വിളിക്കുന്ന മഹാനായ മഹാത്മാഗാന്ധിയുടെ മണ്ണാണിത്. ഒരു ചവിട്ടത്തടിച്ചാൽ മറിച്ചവിടും കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ച, ഹിംസയിലില്ല അഹിംസയിൽ ഊന്നിക്കൊണ്ട് സമാധാനത്തിലൂടെ എന്തും നേടിയെടുക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ മണ്ണാണിത്. ആ മഹാത്മാഗാന്ധിക്ക് നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം ഭരിച്ച മണ്ണാണ്. അവിടെ ഇരുന്നുകൊണ്ട് സമാധാനത്തിന്റെയും ക്ഷമയുടെയും രാഷ്ട്രീയം പറയണം. ഞാൻ പാടും കേട്ടോ. എൻ്റെ രാഷ്ട്രീയ ഐഡിയോളജി എന്തായാലും അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ ഗണഗീതം പാടും, ഞാൻ ഏറ്റുപാടും. അവൻ പണ്ടനോട് ചോദിച്ചിട്ടുണ്ട്, നീ പണ്ട് ശാഖയിൽ പോയി? ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. ശാഖയിൽ പോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിനെ വിമർശിക്കാൻ പറ്റുന്നത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അജിത് ബാബുവിനെ പോലെയുള്ള എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കൾ, എൻ്റെ ക്ലാസ്മേറ്റ്സ് വന്ന അടിയിടും. നമ്മൾ ഒരുമിച്ച് ശാഖയിൽ പോയിട്ടുണ്ട്. ഒരു 5-6 ദിവസം ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ധ്വജപ്രണാമവും ഈ പാട്ടുകളും എൻ്റെ രീതി അല്ല. നമ്മൾ പണ്ടേ ഈ കായിക അധ്വാനത്തിന് പുറകോട്ടായതുകൊണ്ട് ഞാൻ പിന്നെ പോകാനോ അല്ല, ഒരിക്കലും ഒരു പക്ഷെ കറന്നിരുന്ന RSSകാരനായി മാറിയതായിരുന്നു ഞാൻ, സംശയമൊന്നുമില്ല. രാഷ്ട്രീയം കാരണം ആ സമയമൊക്കെ ആയപ്പോഴേക്ക് എൻ്റെ കൗമാരകാലഘട്ടം ആയപ്പോഴത്തേക്ക് അച്ഛൻ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ടു. അച്ഛൻ മനസ്സിലായി ഇത് ശരിയാവില്ല എന്നുള്ളത്. അമ്മയും വിട്ടു. അമ്മയെങ്കിലും ഇപ്പോഴും പാർട്ടി ചിഹ്നം കണ്ട പാർട്ടിക്ക് കുത്തു. പിന്നെ ഞാൻ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മത്സരിപ്പിക്കും. ഞാൻ പറയും, അമ്മേ അങ്ങനല്ല ഇങ്ങനെയാണേ എന്ന് പറയും. ചിലർ ചെയ്യുമായിരിക്കും, ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ അങ്ങ് വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഏറ്റവും പാടണം. ശ്രീകൃഷ്ണ ജയന്തികൾ സംഘടിപ്പിക്കുമ്പോൾ DYFIക്കാർ മതേതര ശ്രീകൃഷ്ണ ജയന്തി. എന്തിനാ മതേതര ശ്രീകൃഷ്ണ ജയന്തി? ശ്രീകൃഷ്ണ ഹൈന്ദവ മതത്തിൻ്റെയാണ്.
ആർഷഭാരത സംസ്കാരത്തിന്റെയാണ്. നിങ്ങൾ ആഘോഷപൂർവ്വം ഹൈന്ദവ മതത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നേ. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകും. ബാലഗോകുലം സംഘടിപ്പിക്കുന്ന RSS സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ മുന്നേ നടക്കാൻ ഞാൻ പോകും. വേണമെങ്കിൽ അവർ കൊടി വന്നാൽ ഞാൻ ആ കൊടിയും പിടിക്കും. എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എന്തിനാ പ്രശ്നം? ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ലേ. പക്ഷെ വളരെ സട്ടിലായിട്ട് ഇത് ഇൻജെക്ട് ചെയ്യുന്നത് RSSന്റെ അജണ്ട തന്നെയല്ലേ. അതാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത് എല്ലാവരും. ഇവിടെ ഇൻജെക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ പറയുന്നു, ഒരു RSS ഞാൻ മുതുകുലാബ്കാട് ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എൻ്റെ ബേസിസിൽ അവരോട് പൂക്കളം ഇട്ടു. ആ പൂക്കളം വെയിലടിച്ച് ആടി മഴ പെയ്യുമ്പോൾ തൂത്ത് കളയും. അവിടെ പോയി തടയാൻ നിന്നപ്പോഴല്ലേ വലിയ ചരിത്രമായത്. എന്നിട്ട് ഇപ്പോഴും അവിടെ വാർഡങ്ങാണ്ട് ജയിച്ചു പോകുന്നത് എന്താ? ഞങ്ങളുടെ പൂക്കളം മായ്ച്ചു മണ്ണിൽ BJP അധികാരം പിടിച്ചു. അതിനുള്ള സാഹചര്യം വിട്ടുകളയണം. ഞാൻ പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിലാണ് സുനാമി ഉണ്ടാവുന്നത്. സുനാമി ഉണ്ടായി എൻ്റെ 3-ാം ദിവസം ഞാൻ എൻ്റെ മാതൃ സഹോദരനുണ്ട്, മരണപ്പെട്ടു പോയി, സഖാവ് കൃഷ്ണകുമാർ. നാട്ടിൽ അറിയപ്പെടുന്ന സഖാവായിരുന്നു. ഞാൻ മാമൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്നിട്ട് ഈ കരുനാഗപ്പള്ളി ചോറ മേഖല, അത് അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മാമൻ്റെ നേതൃത്വം, മാമൻ്റെ DYFയുടെ നേതാവാണ്, എനിക്ക് ജില്ലാ കമ്മിറ്റി മെമ്പർ എന്തായിരുന്നു. മാമൻ്റെ ചെറുപ്പമാണ്, ഞാനും കുഞ്ഞാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? കടലെടുത്ത്, എനിക്ക് തോന്നുന്നു IG ശ്രീജിത്ത് സാർ ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതിനെ ഞാൻ പറയുന്ന കാര്യമല്ല, അവിടുത്തെ ഒരു അവസ്ഥയെപ്പറ്റി. കടലെടുത്ത് പോയ കൊല്ലത്തിന്റെ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മനുഷ്യമാംസങ്ങൾ നാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കടൽ ഉൾവലിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്, കടലിന്റെ സ്മെല്ലുണ്ട്. മനുഷ്യന്റെയും മൃഗത്തിന്റെയും മൃതശരീരങ്ങൾ, നശിപ്പിക്കപ്പെട്ട വീടുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ. അവിടെ കൈകോർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ, ഒരു STPയുടെ യൂണിഫോം ഇട്ടവനും, ഒരു RSSന്റെ യൂണിഫോം ഇട്ടവനും, ഒരു PDPയുടെ യൂണിഫോം ഇട്ടവനെയും ഞാൻ കണ്ടു, DYFയുടെ യൂണിഫോം ഇട്ടവനെയും കണ്ടു, യൂത്ത് കോൺഗ്രസിന്റെ യൂണിഫോംകാരനെ കണ്ടു എൻ്റെ ചെറുപ്പത്തിൽ. പിന്നീട് നമ്മൾ കണ്ടതല്ലേ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ. ആ മണ്ണല്ലേ ഇത്? മതത്തിനും അപ്പുറത്തേക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ ഇപ്പോഴും മനുഷ്യത്വം പറ്റിയിട്ടില്ല. ഇതിനിടയിലെ കിരാതന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ പള്ളിയിൽ റാസ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഞങ്ങൾ ഉപദേശക സമിതി മെമ്പർമായിരിക്കുമ്പോഴാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. വഴിയമ്പലം ജംഗ്ഷനിൽ ഞങ്ങൾ മധുര പലഹാരം വിതരണം ചെയ്തു. അന്ന് ഞങ്ങൾക്ക് നേരെ എത്ര പേർ ചോദിച്ചു എന്നറിയോ, നിങ്ങൾ എന്തിനാണ് പള്ളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുമ്പോൾ ആദരണീയനായ യജ്ഞാചാര്യൻ മണികണ്ഠൻ പള്ളിക്കൽ, അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നോട് പറയാണ്, സാറേ നമുക്ക് മാതൃപൂജയ്ക്ക് അനാഥാലയത്തിലെ കുറച്ച് അമ്മമാരെ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിലെ അമ്മമാരെക്കാൾ അവരെയാണല്ലേ പൂജ ചെയ്യേണ്ടത്. ഞാൻ അവരുടെ പാദങ്ങൾ കഴുകി പൂജ ചെയ്യാം, അതൊരു സന്ദേശമായിരിക്കും. എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ആദ്യം പോയി ഇത് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കോൺഗ്രസിലും BJPയിലും ഉണ്ടായിട്ട് ഞാൻ പോയി പറഞ്ഞു, CPMന്റെ അവിടുത്തെ LC സെക്രട്ടറി ആയിരുന്ന തുളസീധരൻ പിള്ള സഖാവിനോടാണ് ഞാൻ പറഞ്ഞ, തുളസീധരൻ സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, യജ്ഞാചാര്യൻ. നല്ല ആശയം. ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് കാറിൽ കയറി അടുത്തുള്ള സ്നേഹതീരം എന്ന് പറയുന്ന സിസ്റ്റർ റോസ്ലിൻ നടത്തുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റിലുള്ള സ്നേഹതീരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അമ്മ ഭയങ്കര സ്നേഹത്തോടെ, രോഹിത്തെ കണ്ടിട്ട് കുറേ കാലമായാലും, ഞാൻ പോയിട്ടുണ്ട് അവിടെ, കാര്യങ്ങൾ പറഞ്ഞു, അമ്മേ ഇതുപോലെ ഒരു പരിപാടി നടക്കുന്നു. അമ്മയെന്ന് വിളിക്കാനാണ് തോന്നുന്നത്, സിസ്റ്റർ എന്ന് വിളിക്കാനല്ല. ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ബാക്ക് മീഡിയയിലുണ്ട്, അതിലും ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ വലുതാണ്. അമ്മ പറഞ്ഞു, അപ്പോൾ ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാ, അമ്പലത്തിലെ പരിപാടിയാണ്, പൂജയാണ്, ആളെ കൊണ്ടുവരണം. അമ്മ നോക്കിയിട്ട് അതെന്താ, സന്തോഷത്തോടെ വരാം, നോയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സന്തോഷത്തോടെ വരാമല്ലോ. പക്ഷെ എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ല, മാനസിക വെല്ലുവിളി വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു വണ്ടിയിലുള്ള ആളെ കൊണ്ടുവരാൻ മതിയോ? അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഒരു ചെറിയ കാറാണതാ. അമ്മ എത്ര പേരുണ്ടാവും അമ്മേ? ഒരു 27-28 പേർ. അവിടുത്തെ ബസ് നിറയെ അമ്മമാരുമായി, കസവും കൊണ്ടെടുത്ത അമ്മമാരുമായി, ശിരോവസ്ത്രം അണിഞ്ഞ, തിരുവസ്ത്രം അണിഞ്ഞ 2 സിസ്റ്റർമാർ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് സ്നേഹതീരത്തിന് വണ്ടി കടന്നു വന്നപ്പോൾ അവിടെ DYFക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും RSSകാരനും ഒരുമിച്ച് അവരെ സ്വീകരിച്ച് യജ്ഞശാലയിലെ പന്തലിലേക്ക് ഇരുത്തിയിട്ട് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിരിക്കുന്ന ദീപ തിരുമേനിയും യജ്ഞാചാരനായ മണികണ്ഠൻ പള്ളിക്കലും ചേർന്ന് ആദ്യം കാല് കഴുകി പൂജ ചെയ്തത് സിസ്റ്റർ റോസ്ലിനാണ്. പിന്നീട് ആ അമ്മമാർക്ക് പോകുമ്പോൾ വയറ് നിറച്ച ഭക്ഷണവും ആ വാഹനത്തിനുള്ളിലേക്ക് 2 ചാക്ക് അരിയും കുറേ ദിവസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളും കയറ്റിയത് RSSന്റെ യൂണിഫോം ഇട്ട ചെറുപ്പക്കാരായിരുന്നു. അന്നു മുതൽ പിന്നെ അങ്ങോട്ടേക്ക് ആ മേഖലയിലുള്ള 6 അനാഥാലയങ്ങളിൽ ആ ഉത്സവം തീരുന്നത് വരെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അവിടെ എത്തിച്ചത് അവിടുത്തെ DYFക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും RSSകാരനും ചേർന്നിട്ടാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എനിക്കൊരു ഫോൺ വരികയാണ്, സിസ്റ്റർ റോസ്ലിൻ എന്താമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മണികണ്ഠൻ സാറിനെ ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം. വീടല്ല, വലിയൊരു സെൻ്ററാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ചോദിക്കട്ടെ. ഞാനും എൻ്റെ ഭാര്യയും കൂടി എവിടെയോ പോയിട്ട് മടങ്ങി വരുമ്പോൾ വഴിക്കാണ് ഈ വിളി. ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഉച്ചഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, സാറേ ഇതുപോലെ അവർ വിളിച്ചിട്ടുണ്ടോന്ന് പോകാൻ. അതിനെന്താ സാറേ, പോകാലോ, വരാമെന്ന് പറയും. ഞാൻ വിളിച്ചു ചെല്ലാമെന്ന് പറയുന്നു. ഞാൻ വണ്ടി തിരിക്കുമ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സഖാവ് തുളസീധരൻ പിള്ളയും സെക്രട്ടറി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ എൻ്റെ വാഹനത്തിൽ കയറിയിട്ട് ഞങ്ങൾ 5-6 പേരും കൂടി
അവിടേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ മുഴുവൻ പുഷ്പങ്ങളും കയ്യിൽ ഓരോ റോസാപ്പൂക്കളുമായിട്ട് വഴിയിൽ കാത്തിരിക്കുക. അദ്ദേഹത്തിന് അവിടുന്ന് ഈ പൂ കൊടുത്ത് ഈ അമ്മമാരെ സ്വീകരിക്കുക. അവിടെ ഒരു വലിയ വേദി ഒരുക്കി വെച്ചിരിക്കുക. അവിടെ സ്ഥിരമായ വേദിയുണ്ട്. അവിടെ കയറ്റിയിരുത്തി ഇവർ സ്നേഹതീരത്തിൻ്റെ ലൈവിൽ മണികണ്ഠൻ പള്ളിക്കലിന് അവിടെ ആദരവ് കൊടുക്കുന്നു. ക്ഷേത്രോപദേശക സമിതിക്ക് ആദരവ് കൊടുക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്താ ആ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ആ 27 അമ്മമാരുടെ മനസ്സ് നിറഞ്ഞത് അവിടെയുള്ള മറ്റമ്മമാരോട് പറഞ്ഞപ്പോൾ ആ സാറിനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് അമ്മമാരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ എത്രയോ വലിയ 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 സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നൊരു മണ്ണാണ്. അവിടെയാണ് കേവലം ഗണഗീതത്തിൻ്റെയും കാവിക്കൊടിയുടെയും അല്ലെങ്കിൽ ഒരു പുഷ്പനേറിയാമോ പാട്ടിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് പരസ്പരം തമ്മി തല്ലുന്നത്. വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ രാഷ്ട്രീയ കലാപങ്ങൾ കാക്കം കൂട്ടാൻ ദുഷ്ടശക്തികൾ ഈ പറയപ്പെടുന്ന സംഘപരിവാർ ശക്തികളിലുമുണ്ട്, ഇടതുപക്ഷ ശക്തികളിലുമുണ്ട്, വലതുപക്ഷ ശക്തികളിലുമുണ്ട്, 3 പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും നിന്ന് കൊടുക്കരുത്. ആർക്കാ നഷ്ടം? ചോദ്യം ചെയ്യാൻ പോയ അയാളുടെ വീട്ടുകാർക്ക് ഇത്ര നാൾ കഷ്ടപ്പെടണം. ഇത് തിരിച്ചറിയേണ്ടതാണ്, തിരിച്ചറിയപ്പെടേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. സംഘർഷങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു നാട്, അത് നമുക്ക് സ്വപ്നം കാണേണ്ടതാണ്. നാളത്തെ തലമുറയ്ക്ക് മാറ്റിവെക്കേണ്ടതാണ്.